ഹലോ നമസ്കാരം. ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ സ്റ്റോറി ആയിട്ടോ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ മഴതോറും മുമ്പ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ടും ഹൈപ്പ് എന്നൊരു ഓപ്ഷനും കൂടി ഉണ്ട്, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക കേട്ടോ. നമ്മുടെ കമൻറ്റിൻ്റെ അവിടെ ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ആ ഹൈപ്പ് ഒന്ന് കാണാൻ കഴിയും. അല്ലെങ്കിൽ നമ്മുടെ ലൈക്കിൻ്റെ ആ ബാർ ഒന്ന് സ്ക്രോൾ ചെയ്താൽ അവിടെ ഹൈപ്പ് കാണാൻ കഴിയും കേട്ടോ. ലൈക്ക് ചെയ്തിട്ട് ഹൈപ്പ് കൂടെ ചെയ്തിട്ടൊന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അടിപൊളി എപ്പിസോഡിൻ്റെ സ്റ്റോറി ആയിട്ടോ പറയാനായിട്ട് പോകുന്നത്. ബാലചന്ദ്രൻ കഥ മറ്റൊരു വഴിത്തിരിവിലേക്ക് കൊണ്ടുവരിക കേട്ടോ. മറ്റൊരു രീതിയിലേക്കാണ് ബാലചന്ദ്രൻ ഈ കഥ കൊണ്ടുപോകുന്നത്. ശരിക്കും വളരെയധികം നമ്മൾക്ക് ആകാംക്ഷയോട് കൂടിയിട്ട് കാത്തിരിക്കുന്ന ഒരു എപ്പിസോഡ് സ്റ്റോറി തന്നെയാട്ടോ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും സ്റ്റോറി മുഴുവനായിട്ട് കേൾക്കുക, സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ ബാലചന്ദ്രനോട് രണ്ടാമതൊന്നുകൂടി സംസാരിക്കാനായിട്ട് വിളിച്ചു വരുത്തിയേക്കാണ് നമ്മുടെ ശിവേട്ടനും പ്രകാശും അതുപോലെ തന്നെ കമലേട്ടത്തിയുടെ സഹോദരനായിട്ടുള്ള സുഭാഷും കൂടിയിട്ട് കേട്ടോ. അങ്ങനെ അവർ എങ്ങോട്ടേക്കാന്ന് വെച്ചാൽ തൻ്റെ സഹോദരിയായ സുനന്ദയുടെ വീട്ടിലേക്കാണ് ബാലചന്ദ്രൻ അവരെ ക്ഷണിച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ സുനന്ദയുടെ ഭർത്താവ് കൂടെ വരുന്നുണ്ട് കേട്ടോ അങ്ങോട്ടേക്ക്. അങ്ങനെ ഇവരെല്ലാവരും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശിവേട്ടൻ അലീനയുടെ കാര്യം നേരെ തന്നെ അതിലേക്ക് എടുത്തിടുക കേട്ടോ. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, പഴയ കാര്യത്തിലേക്ക് പോവണ്ട എന്ന് പറഞ്ഞിട്ട് വീണ്ടും പഴയ കാലത്തേക്കാണോ ശിവേട്ടൻ ഞങ്ങളെ കൊണ്ടുപോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ, അതല്ല ബാലചന്ദ്ര, അലീന ഇല്ലാത്തൊരു വീട്, അതൊന്ന് ആലോചിച്ച് നോക്കൂ എന്ന് പറയാട്ടോ. അപ്പോൾ അലീനയെ ഒരിക്കലും പറഞ്ഞേക്കാൻ പറ്റില്ല എന്നും ശിവേട്ടൻ പറയുന്നുണ്ട്. അതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിക്കുമ്പോൾ ബാലചന്ദ്രൻ കുറച്ച് പഴയ കഥകൾ പറയാട്ടോ. അതായത് ശിവേട്ടൻ, ഞാൻ അന്ന് ദുബായിൽ ഒരു 10-22 വർഷങ്ങൾക്ക് മുൻപ് ഞാൻ ദുബായിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. അന്ന് വൈജ ആഗ്രയിലാണെന്ന് തോന്നുന്നു എന്നിങ്ങനെ പറയുമ്പോൾ തന്നെ ശിവേട്ടന് ഭയങ്കരമായിട്ട് നെർവസ് ആവുന്നുണ്ട് കേട്ടോ. ഞാൻ ഈ പറയുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം കാണിച്ച സ്റ്റോറിയുടെ എപ്പിസോഡിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ്. അപ്പോൾ എല്ലാവരും പറയും ഇത് ഇന്നലത്തെ എപ്പിസോഡായിരുന്നു എന്നൊക്കെ പറയും. അതുകൊണ്ടാണ് മുൻകൂട്ടി പറയുന്നത്. ഒരു കണക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഭാഗം എടുത്ത് പറയുന്നത് കേട്ടോ. അങ്ങനെ അതിനെപ്പറ്റി സംസാരിക്കേണ്ടെന്ന് പറയുമ്പോൾ അങ്ങനെ പ്രകാശിനും എന്തോ ഒരു പന്തികേട് തോന്നുന്നുണ്ട്. അപ്പോൾ ശിവേട്ടൻ അങ്ങനെ പറയുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അങ്ങനെയല്ല ശിവേട്ട, പഴയ കാര്യങ്ങളെന്ന് പറയുമ്പോൾ അതുകൂടി പറയണം. അന്ന് മാലതിയേട്ടത്തിയുടെ രണ്ടാമത്തെ മോളുടെ പ്രസവത്തിൻ്റെ കാര്യത്തിനെങ്ങാനും വൈജ ആഗ്രയിലായിരുന്നല്ലോ എന്ന് പറയുമ്പോൾ, അതൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളല്ലേ ബാലചന്ദ്ര, അതൊക്കെ എന്തിനാണ് ഇപ്പോൾ പറയുന്നത് എന്ന് ശിവേട്ടൻ ചോദിക്കുമ്പോൾ, എല്ലാം പറയണമല്ലോ, പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. അന്ന് ഞാൻ ജോലി ചെയ്യുന്നത് ദുബായിലാണല്ലോ. അന്ന് എനിക്കൊരു സ്ത്രീയുമായിട്ട് ഒരു അടുപ്പമുണ്ടായിരുന്നു, ഒരു മെറീന ബെർണാഡ് എന്ന് പറയട്ടോ. അത് കേട്ടിട്ട് ഇവരാകെ ഷോക്കായിട്ട് ഞെട്ടിത്തെറിച്ചിങ്ങനെ ഇരിക്കുകയാണ്. എന്താ സംഭവം, എന്താ ബാലചന്ദ്രൻ ഈ പറഞ്ഞു വരുന്നത് എന്നിങ്ങനെ ചിന്തിക്കുകയാണ്. അവിടെ വെച്ചിട്ടാണ് ഞാൻ മെറീനയെ പരിചയപ്പെടുന്നത്. ശരിക്കും പറഞ്ഞാൽ നാട്ടിൽ എനിക്ക് വൈജയോട് ഭയങ്കര സ്നേഹവും പ്രണയവും ഒക്കെ ആയിരുന്നു. ഞാൻ അത് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് നെഗറ്റീവായിട്ടുള്ള ഫീഡ്ബാക്കാണ് കിട്ടിയത്. അങ്ങനെയാണ് ഞാൻ നാട് വിട്ട് പോകുന്നത്. പണം സമ്പാദിക്കണം എന്നൊക്കെ ഒരു ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് നാട് വിട്ട് പോകുന്നത്. അങ്ങനെ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് മെറീനയെ ഞാൻ പരിചയപ്പെടുന്നതും ഞങ്ങൾ തമ്മിൽ അടുപ്പത്തിലാകുന്നതും എന്ന് പറയുമ്പോൾ, ഇങ്ങനെ ശിവേട്ടനും പ്രകാശും സുഭാഷും അതുപോലെ സുനന്ദയുടെ ഭർത്താവായിട്ടുള്ള ആളുമൊക്കെ ഇങ്ങനെ വെറുതെ എന്താണ് ബാലചന്ദ്രൻ പറയാൻ പോകുന്നത് എന്നിങ്ങനെ ആലോചിച്ചിട്ടിരിക്കുക കേട്ടോ. അപ്പോൾ ബാലചന്ദ്രൻ തുടരുന്നുണ്ട്, ആ പ്രണയം എനിക്ക് ആദ്യമൊന്നും അതിലത്ര വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം എൻ്റെ മനസ്സിൽ അന്നും എപ്പോഴും വൈജ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ മെറീനയോട് ഞാൻ ഒരുപാട് അടുക്കാനൊന്നും നിന്നില്ല. മാത്രവുമല്ല, മറ്റൊരു കാസ്റ്റാണ്, വീട്ടിലൊക്കെ അറിഞ്ഞാൽ എന്താണെങ്കിലും പ്രശ്നം ഉണ്ടാകും എന്നൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ ആരോടും പറയാനും നിന്നില്ല. അതുകൊണ്ട് ഞാൻ ആദ്യം ഒഴിഞ്ഞു മാറിയെങ്കിലും മെറീനയ്ക്ക് എന്നോട് ഒരുപാട് സ്നേഹമായതുകൊണ്ട് എന്നെ അവൾ സ്നേഹിച്ചു കൊണ്ടേയിരുന്നു. അവളുടെ ആ വലയിൽ, ശരിക്കും പറഞ്ഞാൽ അവളുടെ ആ സ്നേഹത്തിൽ ഞാൻ വീണു പോയി എന്ന് പറയണം ബാലചന്ദ്രൻ. ഒരു മരവിപ്പോട് കൂടിയിട്ടാണ് ഇവരിതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ബാലചന്ദ്രൻ്റെ ജീവിതത്തിൽ ഇങ്ങനൊരു സംഭവമോ എന്നിങ്ങനെ ചിന്തിക്കുകയാണ്. ബാലചന്ദ്രൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിക്കുമ്പോൾ, ശിവേട്ടൻ ഞാൻ പറയട്ടെ, ഞാൻ മുഴുവൻ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ശിവേട്ടന് ചോദ്യങ്ങൾ ചോദിക്കാം എന്ന് പറയണം. അങ്ങനെ ബാലചന്ദ്രൻ സംസാരിക്കുകയാണ്. അങ്ങനെ മെറീനയും ഞാനും തമ്മിൽ പ്രണയത്തിലായി. ഞങ്ങൾ ഒരുപാട് അടുത്തു. ഒരിക്കലും പിരിഞ്ഞു പോകാൻ പറ്റാത്ത വിധം ഞങ്ങൾ അടുത്തു എന്ന് പറയണം. പക്ഷേ എനിക്ക് ഒരു സന്ദർഭത്തിൽ അവിടം വിട്ട് പോരേണ്ടി വന്നു എന്ന് പറയാട്ടോ. പിന്നീട് എനിക്ക് മെറീനയെക്കുറിച്ച് യാതൊരു അറിവും ഉണ്ടായില്ല. ഞാൻ ഒരുപാട് അന്വേഷിച്ചു എങ്കിലും എനിക്ക് മെറീനയെ കണ്ടെത്താനോ ഒന്നും കഴിഞ്ഞില്ല. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഒരു ഭാര്യാഭർത്തൃ ബന്ധം തന്നെ ഞങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നു എന്ന് പറയട്ടോ. ഇത് കേട്ടതും ശിവേട്ടനൊക്കെ അങ്ങോട്ട് ദേഷ്യം വരെയും എന്തൊക്കെയോ ബാലചന്ദ്രൻ ഈ പറയണത് എന്നുള്ളൊരു ചിന്തയിൽ ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ ശിവേട്ടൻ പറയുന്നുണ്ട്, അന്ന് എൻ്റെ ആ ഒരു
എന്താ പറയുക ചൂട് പ്രായത്തിൽ, അതായത് ആ ഒരു ചെറുപ്പത്തിൻ്റെ ഒരു തിടുക്കം എന്നൊക്കെ പറയില്ല, അതുപോലെയുള്ള ആ ഒരു പ്രായത്തിൽ സംഭവിച്ചു പോയ കുറച്ച് കാര്യങ്ങളാണ്. കയ്യിലാണെങ്കിൽ പണമുണ്ട്, ആരും ചോദിക്കാനും പറയാനുമില്ല, ദുബായിൽ ഒറ്റയ്ക്ക് ജീവിക്കുന്നു. അപ്പോൾ ഇങ്ങോട്ടേക്ക് ഒരു പെൺകുട്ടി പ്രണയമായിട്ട് വരുന്നു. ആ സമയത്ത് അവൾക്കും തന്നോട് ഇഷ്ടമാണ്, എനിക്കും അവളോട് ഇഷ്ടമാണ്. ആ സമയത്ത് മറ്റാരും ചോദ്യം ചെയ്യാനോ നോക്കാനോ ഒന്നും ഇല്ലാത്തത് കാരണം ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. ഞാനും അവളും ഒരുമിച്ച് താമസിക്കുകയും ഭാര്യയും ഭർത്താവും പോലെ തന്നെയായിരുന്നു ഞങ്ങളുടെ ജീവിതം എന്നൊക്കെ പറയണം. ഇതൊക്കെ കേട്ടിട്ട് ശിവേട്ടൻ ഇരിക്കുന്നിടത്തുനിന്ന് പെട്ടെന്ന് എഴുന്നേറ്റ് പോവാണ്. നീ എന്തൊക്കെയാ ബാലചന്ദ്ര ഈ പറഞ്ഞു വരുന്നത്? നിനക്ക് ദുബായിൽ മറ്റൊരു ബന്ധമുണ്ടായിരുന്നെന്നോ? നീ അങ്ങനെ ജീവിച്ചവനാണോ? എന്നിട്ടാണോ വൈജയെ നീ വിവാഹം കഴിച്ചത് എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുമ്പോൾ, ശിവേട്ട ഒന്ന് നിർത്ത്, ഞാൻ പറയട്ടെ, ഞാൻ ചോദിക്കാൻ വന്നത് അതല്ല എന്ന് പറയാട്ടോ. എന്താണ് ഇനി നിനക്ക് പറയാനുള്ളത്? ഇങ്ങനെ ഒരുത്തനാണല്ലോ ഞങ്ങളുടെ പെങ്ങളെ കെട്ടിച്ചു കൊടുത്തത് എന്നൊക്കെ ഇങ്ങനെ പറയാൻ തുടങ്ങുമ്പോൾ, ശിവേട്ട ഒരു മിനിറ്റ്, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. എനിക്ക് അവിടെ വെച്ച് ഇങ്ങനെ മെറീനയുമായിട്ട് ഒരു അഫെയർ ഉണ്ടായിരുന്നു. ഒരു പെൺകുട്ടി, ഈ മെറീന എന്നെ സ്നേഹിക്കുകയും എന്നെ പ്രാപിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ അവളുടെ ജീവിതത്തിൽ, ശിവേട്ടൻ്റെ പെങ്ങളായ വൈജയന്തിയുടെ ജീവിതത്തിൽ അങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിക്കണം. ആ ചോദ്യം കേട്ടതും ശിവേട്ടൻ ആകെ ഷോക്കായി പോവാൻ കേട്ടോ. ബാലചന്ദ്രൻ്റെ മുന്നിൽ എന്ത് മറുപടി പറയണമെന്നറിയാതെ ഇങ്ങനെ ഒരു മരവിപ്പോട് കൂടിയിട്ട് നിൽക്കുകയാണ് ശിവേട്ടൻ. അപ്പോൾ ശിവേട്ടൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ശിവേട്ടൻ ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഉണ്ടായ ഒരു സംഭവം ഞാൻ തുറന്നു പറഞ്ഞു. പക്ഷേ ശിവേട്ടൻ എന്താണൊന്നും പറയാത്തത്? ഇതുപോലൊരു അനുഭവം വൈജയന്തിയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ശിവേട്ടൻ ആകെ തത്രപ്പാടിൽ ഇങ്ങനെ പറയാട്ടോ. അപ്പോൾ ഈ സുഭാഷും ഒക്കെ ഇങ്ങനെ ആകെ അന്തം വിട്ടിരിക്കുകയാണ്. എന്താ ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്നത്, എന്താ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു അങ്കലാപ്പിലാണ്. അപ്പോൾ അങ്ങനെയൊന്നുമില്ല, നീ എന്തൊക്കെയാണ് പറയണതെന്ന് ചോദിക്കാം കേട്ടോ. പിന്നെ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, പക്ഷേ ഞാൻ വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു കാര്യം തിരിച്ചറിഞ്ഞത്. ഞങ്ങളുടെ ആ പ്രണയത്തിൻ്റെ സമ്മാനമായിട്ട് ഞങ്ങൾക്കൊരു കുഞ്ഞ് ജനിച്ചിരുന്നു. പക്ഷേ ഞാനത് അറിയാൻ വൈകിപ്പോയി. ആ കുഞ്ഞ് ഇന്ന് എന്നെ അന്വേഷിച്ച് വന്നിരിക്കുകയാണ് എന്ന് പറയട്ടോ. അപ്പോൾ ഇവരാകെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. പിന്നീടാണ് ബാലചന്ദ്രൻ പറയുന്നത്, ഞാൻ ഒരുപാട് കാര്യങ്ങളൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. മെറീന അന്ന് ഗർഭിണിയായിരുന്നു എന്നുള്ള കാര്യം എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ അതിനെപ്പറ്റി അന്വേഷിക്കാനോ ഒന്നും പോയില്ല. പക്ഷേ പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ആ കുഞ്ഞ് എൻ്റെ അടുത്തേക്ക് തന്നെ തിരിച്ചെത്തിയേക്കാണ്. എനിക്ക് മെറീനയിൽ ജനിച്ച കുഞ്ഞാണ് അലീന എന്ന് പറയാട്ടോ. ഇത് കേട്ടതും ഇവരാകെ ഷോക്കായി പോവാണ്. അപ്പോൾ അലീന ബാലചന്ദ്രൻ്റെ മകളാണ് എന്നുള്ള രീതിയിലാണ് ബാലചന്ദ്രൻ സംസാരിക്കുന്നത് കേട്ടോ. അതായത് അലീനയുടെ അച്ഛൻ, സ്വന്തം അച്ഛനാണ് ബാലചന്ദ്രൻ. അമ്മ മെറീന ബെർണാഡ് എന്ന് പറഞ്ഞൊരു സ്ത്രീ, ഒരു ക്രിസ്ത്യൻ സ്ത്രീയാണ്. അപ്പോൾ അവരുടെ കൂടെ അങ്ങനെയാണ് അവൾ വളർന്നത്. അപ്പോൾ അങ്ങനെ പിന്നീട് അവളുടെ അമ്മ ഓർഫനേജിൽ കൊണ്ടാക്കി അവിടെ നിന്ന് ഇവിടെ എൻ്റെ അടുത്ത് തന്നെ എത്തിച്ചേർന്നിരിക്കുകയാണ് എന്ന് പറയാണ് ബാലചന്ദ്രൻ. അത് കേട്ടതും ഇവരാകെ ഷോക്കാവണം. അപ്പോൾ ശരിക്കും അലീന ബാലചന്ദ്രൻ്റെ മകളാണോ, അവർ തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ടോ എന്ന് നമ്മുടെ ശിവേട്ടൻ സംശയിച്ചിരുന്നല്ലോ. അത് സത്യമായി വന്നതുപോലെ ഇങ്ങനെ പറയാട്ടോ. അപ്പോൾ ശിവേട്ടൻ ആകെ ദേഷ്യപ്പെട്ടുകൊണ്ട്, ഏട്ടാ നീ എന്തൊക്കെയാണ് പറയണത്? നിൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെന്നോ നീ എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടാനായിട്ട് നിൽക്കുമ്പോൾ, പക്ഷേ ഒരുപാട് അങ്ങനെ സംസാരിക്കാനും പറ്റുന്നില്ല. കാരണം തൻ്റെ പെങ്ങളുടെ ജീവിതത്തിലും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടല്ലോ. ആ സമയത്താണ് ബാലചന്ദ്രൻ ചോദിക്കുന്നത്, നിക്ക് ശിവേട്ടൻ, ഞാൻ കുറച്ച് കാര്യങ്ങളും കൂടി പറയട്ടെ. ശിവേട്ടൻ എന്തിനാണ് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? ഞാൻ ശിവേട്ടനോട് ഒരു ചോദ്യം ചോദിച്ചിരുന്നു. എന്താണെന്നറിയോ? എൻ്റെ ജീവിതത്തിൽ ഇതുപോലൊരു സംഭവം ഉണ്ടായി. ഞാൻ ശിവേട്ടനോട് ചോദിച്ചിരുന്നു, വൈജയന്തിയുടെ ജീവിതത്തിൽ ഇതുപോലെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചിരുന്നു എന്ന് പറയാട്ടോ. അപ്പോൾ ശിവേട്ടൻ തല കുനിക്കുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, എനിക്കറിയാം നിങ്ങൾക്ക് ഉത്തരം ഉണ്ടാവത്തില്ല എന്ന്. എന്നാൽ ഞാൻ അങ്ങോട്ടേക്ക് പറയാം. ആഗ്രയിൽ താമസിച്ചിരുന്ന സമയത്ത് വൈജയന്തി അവിടെ സ്റ്റാൻലി ജോസഫ് എന്ന് പറഞ്ഞ ഒരു അസിസ്റ്റൻറ്റ് കമ്മീഷണറുമായിട്ട്, അതായത് പട്ടാളത്തിലുള്ള ഒരു ക്യാപ്റ്റനുമായിട്ട് പ്രണയത്തിലാവുകയും അവിടെ വെച്ച് അവർ പരിചയപ്പെടുകയും അവർ പ്രണയത്തിലാവുകയും അവർ ഒരുമിച്ച് താമസിക്കുകയും ഒക്കെ ചെയ്തിട്ടില്ലേ ശിവേട്ട എന്ന് ചോദിക്കുകയാണ്. അത് കേട്ടതും ശിവേട്ടനാകെ ഷോക്കായി പോകണ്ട. ബാലചന്ദ്ര താൻ എന്തൊക്കെ പറയണമെന്ന് ചോദിക്കുമ്പോൾ, എല്ലാം അറിഞ്ഞു വെച്ചിട്ടാണ് ശിവേട്ടൻ ഞാൻ ഈ സംസാരിക്കുന്നത്. വൈജിക്ക് അവിടെ വെച്ച് ഒരു അഫെയർ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം. അവർ തമ്മിൽ വിവാഹം കഴിക്കാനായിട്ട് ഇരുന്നതാണെന്നും എനിക്കറിയാം.
എനിക്കറിയാം. അവിടെ നിന്നല്ലേ നിങ്ങൾ വൈജയെ അവിടെ നിന്നല്ലേ നിങ്ങൾ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് എന്ന് പറയാം. പക്ഷേ ബാലചന്ദ്രൻ ഇങ്ങനെ വൈജയന്തി പ്രസവിച്ച കുഞ്ഞാണ് അലീന എന്നുള്ള ആ ഒരു സത്യമൊന്നും തുറന്ന് പറയുന്നില്ല കേട്ടോ. പക്ഷേ ബാലചന്ദ്രൻ പറയുന്നൊരു കാര്യം ഇതാണ്, വൈജയന്തിയും സ്റ്റാൻലി ജോസഫും ഒരുമിച്ച് താമസിക്കുകയും അതിൽ വൈജയന്തി ഗർഭിണിയാവുകയും നിങ്ങളുടെ വീട്ടിൽ, അതായത് പ്രകാശിൻ്റെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് 1 വർഷത്തോളം താമസിപ്പിക്കുകയും അവിടെ വെച്ച് വൈജയന്തി ഒരു പെൺകുഞ്ഞിനെ പ്രസവിക്കുകയും ആ പെൺകുഞ്ഞ് പ്രസവത്തോടു കൂടിയിട്ട് മരിച്ചു പോവുകയും ചെയ്തിട്ടില്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ പ്രകാശ് പോലും ഇരുന്ന ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ്. നമ്മുടെ സുഭാഷും എല്ലാവരും ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് പോയിട്ട്, കാരണം ഇങ്ങനൊരു കാര്യം ബാലചന്ദ്രൻ അറിയും എന്നുള്ളത് ഒരിക്കൽ പോലും ഇവരാരും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഇനി എന്ത് മറുപടി പറയണമെന്നറിയാതെ ഇങ്ങനെ നിൽക്കണം. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ട് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, ഞാൻ പറഞ്ഞതെല്ലാം ശരിയല്ലേ ശിവേട്ട എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ബാലചന്ദ്രനോട് മറുപടി പോലും പറയാൻ കിട്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ് ശിവേട്ടൻ. എന്നിട്ട് ശിവേട്ടൻ പറയുന്നുണ്ട്, അലീന എൻ്റെ മകളാണ്, എനിക്ക് ജനിച്ച മകളാണ്, അതുകൊണ്ട് അലീന എൻ്റെ കൂടെ എൻ്റെ വീട്ടിൽ താമസിക്കും. അലീനെ പറഞ്ഞു വിടാമെന്ന് ഒരാളും വിചാരിക്കണ്ട. എനിക്ക് ജീവനുള്ളിടത്തോളം കാലം അലീന എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടാകും, എൻ്റെ കൂടെ തന്നെ ഉണ്ടാകും എന്ന് പറയട്ടോ. അലീനെ എന്നെ കൊന്നിട്ടല്ലാതെ അലീനയെ നിങ്ങൾക്ക് അവിടെ നിന്ന് പറഞ്ഞയക്കാൻ പറ്റില്ല എന്ന് പറയാണ് ബാലചന്ദ്രൻ. ഇതൊക്കെ കേട്ടിട്ട് ഒരക്ഷരം മറുത്ത് പറയാനില്ലാത്ത രീതിയിലാണ് എല്ലാവരും നിൽക്കുന്നത്. ബാലചന്ദ്രൻ്റെ ഈ സംസാരമൊക്കെ അവരെ ആകെ ഷോക്ക് അടിപ്പിച്ചേക്കാണ്. കാരണം ഇത്രയൊന്നും അവർ പ്രതീക്ഷിച്ചല്ല വന്നത്. എങ്ങനെയെങ്കിലും അലീനയെ പറഞ്ഞയക്കാൻ ഇയാളോട് നയതന്ത്രത്തിൽ ഇങ്ങനെ സംസാരിച്ചെടുക്കണം, അല്ലെങ്കിൽ അയാൾ അടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെയുള്ള പ്ലാനിലാണ് വന്നത്. പക്ഷേ ബാലചന്ദ്രൻ നേരെ പ്ലേറ്റ് മറിച്ചിട്ടു. ഇനി അവർക്കൊന്നും പറയാനില്ല. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം ബാലചന്ദ്രൻ പറയുന്നുണ്ട്, എനിക്കിനി നിങ്ങളടുത്ത് ഒന്നും പറയാനില്ല ശിവേട്ട, എല്ലാ കാര്യങ്ങളും എനിക്കറിയാം, നിങ്ങളെല്ലാവരും കൂടി എന്നെ വഞ്ചിക്കുകയായിരുന്നില്ല ഇത്രയും നാൾ എന്ന് പറയുമ്പോൾ ശിവേട്ടൻ ചോദിക്കുന്നുണ്ട്, അതിപ്പോൾ നിൻ്റെ ജീവിതത്തിലും അതുപോലൊരു സംഭവം ഉണ്ടായിട്ടില്ലേ ബാലചന്ദ്ര എന്ന് ചോദിക്കുകയാണ്. ശരിയാണ്, എൻ്റെ ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈക്വലായി എന്ന് വിചാരിച്ച് നമുക്ക് ഇവിടെ വെച്ച് ഇതാണ്ട് സംസാരം നിർത്താം. ഇനി അലീനയെ പറഞ്ഞയക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ പോലും എൻ്റെ വീട്ടിലേക്ക് വരണ്ട എന്ന് പറഞ്ഞിട്ട് ബാലചന്ദ്രൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാട്ടോ. പിന്നീട് അതിനെപ്പറ്റി ഒരു സംസാരമൊന്നുമില്ല. അങ്ങനെ അവർ 3 പേരും വന്നതുപോലെ തന്നെ തിരിച്ചു പോകുന്നുണ്ട്. ഇനി എന്ത് ചെയ്യും എന്നൊന്നും അറിയാതെ അവർ തിരിച്ചു പോവാണ്. അതേസമയം വൈജയന്തി ആണെങ്കിൽ വീട്ടിൽ ഇവരിതിനൊരു തീരുമാനമാക്കും, ഇന്ന് സംസാരിക്കാൻ പോയേക്കല്ലേ, വൈജയന്തിയെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളിങ്ങനെ സംസാരിക്കാൻ പോവുകയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വൈജയന്തി ഭയങ്കര സന്തോഷത്തിലിരിക്കുകയാണ്. അപ്പോൾ എന്താണെങ്കിലും വൈജയന്തിയുടെ സന്തോഷമൊക്കെ മങ്ങാനുള്ള സാധ്യതയാണ് ഉള്ളത്. കാരണം ശിവേട്ടനും വന്നവരൊക്കെ തന്നെ ഒരു കാരണവും കൂടാതെ തിരിച്ചു പോകാനാണ് നിൽക്കുന്നത് കേട്ടോ. കാരണം വൈജയന്തിക്ക് ഇതിലൊരു സൊല്യൂഷൻ കിട്ടുന്നില്ല. പിന്നീടാണ് വൈജയന്തി കൂടുതൽ ടെററാവുന്നുണ്ട്, കൂടുതൽ പ്രോബ്ലംസ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ സ്റ്റോറി ഞാൻ ഇങ്ങനെ പറഞ്ഞ് അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ സ്റ്റോറി എന്തായാലും എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ.